വാർത്തകൾ വിശദമായി നോക്കാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കേരള സർവകലാശാല സസ്പെൻഷനിൽ പോരുമുറുകുന്നു. രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC വിശദീകരണം തേടിയതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ PP ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയം തേടി. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തി. കേരള സർവകലാശാല സസ്പെൻഷനിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടാകുന്നത്. പോര് മുറുകുന്ന സാഹചര്യം. രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC വിശദീകരണം തേടിയതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ PP ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയം തേടിയിട്ടുണ്ട്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരിക്കുന്നു. കേരള സർവകലാശാല സസ്പെൻഷനിൽ പോരുമുറുകുന്നു. രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC വിശദീകരണം തേടിയതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ PP ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയമാണ് തേടിയിരിക്കുന്നത്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തി. കേരള സർവകലാശാല സസ്പെൻഷനിൽ തർക്കം മുറുകുകയാണ്. രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC വിശദീകരണം തേടിയതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ PP ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയമാണ് തേടിയിരിക്കുന്നത്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സർവകലാശാല വിവാദങ്ങൾക്കിടെ രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരിക്കുന്നു. സർവകലാശാല വിഷയത്തിൽ പോരുമുറുകുന്ന സസ്പെൻഷനിൽ പോരുമുറുകുന്ന ഒരു സാഹചര്യം, നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറുന്ന ഒരു സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയം മുമ്പാണ് രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി ജോലിയിൽ തിരികെ പ്രവേശിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് സർവകലാശാലയുടെ പ്രവർത്തനം ശാന്തമായി നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം സർവകലാശാലയ്ക്കുള്ളിലേക്ക് പോയി ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം വൈസ് ചാൻസലർ ഇതുവരെയായും സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറാകട്ടെ 2 ആഴ്ചത്തെ അവധിയിൽ പ്രവേശിച്ചിരിക്കുക. ഒപ്പം അദ്ദേഹം റിപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ വിശദീകരണം നൽകുന്നതും 2 ആഴ്ചയ്ക്ക് ശേഷമേ കഴിയുകയുള്ളൂ എന്ന് വൈസ് ചാൻസലറെ അറിയിച്ചിരുന്നു. ഇന്നലെയായിരുന്നു അതിവേഗത്തിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. കാരണം ഇന്ന് ഹൈക്കോടതി രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാല ഒരു സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കണം എന്ന ആവശ്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്നു. തുടർന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും വിയോജനക്കുറിപ്പ് എഴുതി വെക്കുകയും ചെയ്യുന്നു. ഒപ്പം 2 BJP അംഗങ്ങളും വിയോജനക്കുറിപ്പ് എഴുതി വെച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ മുതിർന്ന അംഗത്തിനെ അധ്യക്ഷയാക്കി ഇരുത്തിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം പുരോഗമിക്കുന്നു. അതിനുശേഷം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതായി ഉത്തരവിറക്കുന്നു. ആ ഉത്തരവ് തയ്യാറാക്കിയതും അതിൽ ഒപ്പുവെച്ചതും രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ ആയിരുന്നു. ഒപ്പം 4:30 മണിയോടുകൂടി തന്നെ KS അനിൽകുമാർ അവിടെ സർവകലാശാല ആസ്ഥാനത്തെത്തി വീണ്ടും ജോലിയിൽ പ്രവേശിച്ച് ഒപ്പിട്ടു. ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം തേടിക്കൊണ്ടാണ് വൈസ് ചാൻസലർ ഇന്നലെ ഒരു കത്ത് ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിന് നൽകിയത്. എന്നാൽ ഇതിൻ്റെ വിശദീകരണം രാവിലെ 9 മണിക്ക് മുമ്പ് നൽകണം എന്നായിരുന്നു. നിലവിൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. പകരം അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് വൈസ് ചാൻസലർക്ക് നൽകിയിട്ടുള്ളത്. ഇത് കൂടാതെ
വിശദീകരണം നൽകുന്ന 2 ആഴ്ചത്തെ സമയവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നിലവിൽ സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ എത്തിയിട്ടില്ല. വരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. SFI ഉൾപ്പെടെ ഉള്ളവർ വൈസ് ചാൻസലറെ തടയും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. മാത്രവുമല്ല, ഇന്ന് കോടതിയിൽ നിർണായകമായ തീരുമാനങ്ങൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതി നടപടികൾ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും വൈസ് ചാൻസലർ ഇനി സർവകലാശാല ആസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത. കാരണം കേരള സർവകലാശാലയോടും പോലീസിനോടുമൊക്കെ തന്നെ സത്യവാങ്മൂലങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അവസാന ഘട്ടത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി വരെ എത്തിച്ചേർന്നത്. അന്ന് വൈസ് ചാൻസലറായിരുന്ന മോഹൻ കുന്നുമേലായിരുന്നു രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇറക്കിയത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വിദേശത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അവർ അനന്തര നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഉണ്ടായ അസാധാരണമായ ഒരു രീതിയിലുള്ള സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത് വൈസ് ചാൻസലറെയും രാജ്ഭവനെയും ഒക്കെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും നിരീക്ഷിക്കുന്നത് കോടതി എന്താണ് പറയാൻ പോകുന്നത്, അതനുസരിച്ച് എങ്ങനെ നീങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ വളരെ വൈകാതെ കോടതി നടപടികളിലേക്ക് ഈ കേരള സർവകലാശാല പ്രശ്നവും എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഭാരതാംബ വിവാദം വലിയ തരത്തിൽ ചർച്ചയായ സമയത്തായിരുന്നു കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന സംഘടന ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥയിൽ ദുരനുഭവങ്ങളുണ്ടായ ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നത്. അന്ന് ആ സദസ്സിലെ മുഖ്യ അതിഥി ഗവർണറായിരുന്നു. എന്നാൽ ഗവർണർ പങ്കെടുക്കാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ സദസ്സിൽ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ് വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടായത്. ആ ചിത്രം എടുത്തു മാറ്റണമെന്ന് സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. അത് അംഗീകരിച്ചില്ല. തുടർന്ന് ഗവർണർ പങ്കെടുക്കേണ്ട യോഗം റദ്ദ് ചെയ്തതായി രജിസ്ട്രാർ അറിയിക്കുകയും അതൊരു ഇമെയിലായി രാജ്ഭവനിൽ എത്തുകയും ചെയ്തിരുന്നു. ഇമെയിൽ സന്ദേശം എത്തുന്നതിന് മുമ്പ് തന്നെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തേക്ക് പുറപ്പെട്ടിരുന്നു. മാത്രമല്ല, വലിയ തരത്തിലുള്ള പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരുന്നു. SFIയും DYFIയും KSUവും ഒക്കെ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴായിരുന്നു ഈ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കിയത് രജിസ്ട്രാറിൻ്റെ തീരുമാനങ്ങളായിരുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് കേരളത്തിലെ ഭരണത്തലവൻ കൂടിയായ ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ രജിസ്ട്രാർ ശ്രമിച്ചു എന്ന് കാണിച്ചായിരുന്നു സസ്പെൻഷൻ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു. ആ കോടതിയിൽ വാദിക്കുന്ന സമയത്ത് ഭാരതാംബയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ഭാരതാംബ ഏതെങ്കിലും മതത്തിൻ്റെ ചിഹ്നമാണോ, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഏത് മതത്തിൻ്റെയാണ്, ഇത്തരം ചോദ്യങ്ങളൊക്കെ കോടതിയും ഉന്നയിച്ചിരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ അന്ന് കോടതിയിലും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി എല്ലാവരും നോക്കുന്നത് കോടതി നടപടികളിലേക്കാണ്. കോടതി എന്ത് തരം നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളും നേരത്തെ പറഞ്ഞ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, കോടതി നടപടികൾ വരട്ടെ, അതിനുശേഷം സംസാരിക്കാം എന്നായിരുന്നു. അതേസമയം ഷിജു ഖാനോട് ചോദിച്ചു, കോടതി നടപടി അല്ലായിരുന്നു, കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ, പിന്നെ എങ്ങനെ സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ചു എന്ന ചോദ്യത്തിന് ഷിജു ഖാൻ കൃത്യമായ മറുപടി പറഞ്ഞത് അത് സിൻഡിക്കേറ്റിന് രജിസ്ട്രാറെ തിരിച്ചു കൊണ്ടുവരാനുള്ള അധികാര പരിധിയുണ്ട്, അതുകൊണ്ട് തന്നെ ആ നിയമം അനുസരിച്ചുകൊണ്ടാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതെന്നും ഷിജു ഖാൻ പറയുന്നു. അങ്ങനെ സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും ഗവർണറുമായുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും ബിനോയ്, വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയമാണ് തേടിയിരിക്കുന്നത്. ഈ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ ശക്തമായ ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ? ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ധൃതി പിടിച്ച ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങണ്ട എന്നാണ് വൈസ് ചാൻസലർക്ക് രാജ്ഭവനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം നിയമവിദഗ്ധരാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. എന്തിനും ഏതിനും നടപടികളിലേക്ക് പോകുന്ന ഒരു നീക്കം ഒരു പക്ഷേ രാജ്ഭവന് ഒരു ദുഷ്പേരുണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം ആലോചിച്ചതിന് ശേഷം ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്താൽ മതി എന്ന നിലപാടിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ. ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായൊക്കെ അവർ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എപ്പോൾ എങ്ങനെയുള്ള നടപടി എന്ന കാര്യത്തിൽ മാത്രമാണ് ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്താത്തത്. ശരി ബിനോയ്, കേരള സർവകലാശാല സസ്പെൻഷനിൽ പോരുമുറുകുന്നു. രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC വിശദീകരണം തേടിയതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ PP ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയമാണ് തേടിയത്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തി.
മാർ അപ്രേം കാലം ചെയ്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത മാർ അപ്രേം കാലം ചെയ്തു. തൃശൂരിലെ സൺ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഈ മാസം 2-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർ അപ്രേം കാലം ചെയ്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത മാർ അപ്രേമാണ് കാലം ചെയ്തത്. തൃശൂരിലെ സൺ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്